ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ പ്ലസ് വണ്ണിലെ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഓർഗാനിക്കിൻ്റെ ടോപ്പിക്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഇതേവരെ ഓർഗാനിക് പഠിച്ച് തുടങ്ങാത്തവർക്കും ഇനിയിപ്പോൾ എന്താ ഓർഗാനിക് പഠിക്കാൻ പോകുന്നവർക്കും ഓർഗാനിക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതേവരെ ഓർഗാനിക് ഒന്നും അറിഞ്ഞൂടാ, ഒന്നും മനസ്സിലാവുന്നില്ല, സ്കൂളിൽ പോയിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാം ക്ലിയർ ആവുന്നില്ല, പലതും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഇതേവരെ ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എക്സാമിന് പഠിക്കാനായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ ആൾക്കാരല്ല, മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതേവരെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ട. ഇതേവരെ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഓർഗാനിക് നിങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ല, ഓർഗാനിക്കിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഉറക്കമായിരുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ഓർഗാനിക്കിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ പ്ലസ് വണ്ണിലെ ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് ഏറ്റവും ലോ ലെവലിൽ നിന്നിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കാൻ പോവുകയാണ്. ഇതേവരെ നിങ്ങൾക്കൊന്നും ഓർഗാനിക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി കുറച്ചൊക്കെ മനസ്സിലാവാനുണ്ട് എന്നുള്ളവർക്കും ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സസിലോട്ട് പോകാം. വൈകിരിക്കുന്നൊന്നുമില്ല, നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ബേസ് ലെവലിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ഓർഗാനിക്കിൻ്റെ നിങ്ങളുടെ പ്ലസ് വണ്ണിലെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതായത് നമ്മുടെ ഓർഗാനിക് പഠിക്കുന്നതിന് മുന്നേ ഓർഗാനിക്കിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്കിലും നമുക്ക് ഓർഗാനിക് പഠിക്കാൻ പറ്റും. ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ നമ്മൾ ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നുണ്ട്. കാർബണും ഹൈഡ്രജനും ചേരുന്ന കോമ്പൗണ്ട്സ് ആയ ഹൈഡ്രോ കാർബൺ, അതിൻ്റെ കുറേ കാര്യങ്ങൾ, ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ബെൻസിൻ, ഇങ്ങനെ 4 ഫാമിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്ലസ് ടുവിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, കാർബോക്സിലിക് ആസിഡ്, ഹാലോ ആൽക്കീൻസ്, ഹാലോറിൻസ്, അമീൻസ് എന്ന് പറയുന്ന കുറേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഫാമിലീസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഓർഗാനിക്കിൻ്റെ സം ബേസിക് കൺസെപ്റ്റ്സ്. അതായത് ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളിപ്പം മാത്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അല്ലേ അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ടേബിളും അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് ആ കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മാത്സിൽ മിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതേ കണക്ക് തന്നെ ഓർഗാനിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സും കാര്യങ്ങളും. ഇതിന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തത് നെയിമിംഗ് ആണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. ഈ ക്ലാസ്സസിന് ശേഷം നെയിമിംഗ് ആണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ഐസോമർസമാണ്. നമുക്ക് എക്സാമിന് സ്ഥിരം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഐസോമർസം എന്ന് പറയുന്നത്. അത് പഠിക്കാനുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഓർഗാനിക് റിയാക്ഷൻസിനെ പറ്റിയാണ്. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഈ മൂന്നാമത്തെ പോർഷനാണ് നമുക്കൊരു വലിയ പോർഷനായിട്ട് വരുന്നത്. അവിടെ നമുക്ക് ഓർഗാനിക്കിൽ എങ്ങനെയാണ് റിയാക്ഷൻസ് നടക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ഓർഗാനിക്കിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നാലാമത്തേന്ന് പറയുന്നത് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷനാണ്. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഓക്കെ, അഞ്ചാമത്തേന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇങ്ങനെ 5 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള 5 ടോപ്പിക്ക്. ഒരു കാര്യമില്ല, ഈ ഒരു ക്ലാസ്സസ് കണ്ട് ഈ 5 ടോപ്പിക്കിൻ്റെയും ക്ലാസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഓർഗാനിക്കിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇതേവരെ പഠിക്കാത്ത ഒരാളായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായാലും ഓൾറെഡി പഠിച്ച ആളായാലും ഇതിനകത്തിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 5 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് നെയിമിങ്, അതായിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ തന്നെ പോകുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നെയിമിങ് എങ്ങനെയാണ് നെയിം ചെയ്തത് മൊത്തം കറക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഐസോമർസ് എന്താണ്, പിന്നെ ഓർഗാനിക്കൽ റിയാക്ഷൻ മെക്കാനിസം എന്താണ്, ഓർഗാനിക്കിൽ എങ്ങനെ റിയാക്ഷൻസ് നടക്കുന്നു, എങ്കിലും നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷനാണ്. ഓർഗാനിക്കിലെ കോമ്പൗണ്ട്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അവരെ എങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ എങ്ങനെ കണ്ടുപിടിക്കാം, ഹൈഡ്രജൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, നൈട്രജൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഓക്സിജൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അത് എത്രത്തോളം ഉണ്ടെന്ന്, അതായത് ഉണ്ടോ, ഇപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എത്രയുണ്ട്, എത്ര ഗ്രാം ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതാണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആളുണ്ടെന്ന് കണ്ടുപിടിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ആൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക.
അപ്പോൾ ഇത്രയും 5 ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ മൂന്നാമത്തെ ടോപ്പിക്ക് കുറച്ച് വലുതാണ്, അത് നമുക്ക് മെയിനായിട്ടും വേണം. എങ്കിലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള റിയാക്ഷൻസ് എല്ലാം എങ്ങനെ നടക്കുന്നു, അതിൻ്റെ ആൾക്കാർ എന്തൊക്കെയാണ്, ഇൻ്റർമീഡിയറ്റ്സ് എന്താണ് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അങ്ങോട്ട് പോകുന്തോറും. ബാക്കി 4 ടോപ്പിക്കിൽ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്ക് നെയിമിങ്, അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ വേണ്ടതാണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഐസോമർസ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ കൂടുതലും കേൾക്കുന്നത് റിയാക്ഷൻസ് ആണ്, ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസമാണ് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ കേൾക്കുന്നത്. പിന്നെ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഇവിടെ കേൾക്കത്തേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് നമ്മൾ കേൾക്കാറില്ല. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇവിടെ കേൾക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് നമ്മൾ കേൾക്കത്തില്ല. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സായിട്ട് പറയാം. ആദ്യം തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നെയിമിംഗ് ആണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ നമ്മളത് സിമ്പിളായിട്ട് എടുക്കാൻ പോവുകയാണ് നെയിം. സോ നമുക്ക് നെയിമിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി 5 ടോപ്പിക് ഉണ്ടെന്ന് ക്ലിയറാക്കി മനസ്സിലാക്കി വെച്ചേക്കാം. ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. അതുകൊണ്ടാണ് ടോപ്പിക് ഓൾറെഡി എഴുതിയിട്ട് തന്നത്. 5 ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ 5 ടോപ്പിക്ക് എനിക്ക് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ആ 5 ടോപ്പിക്ക് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ എനിക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുക ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ആ 5 ടോപ്പിക്കിൻ്റെ ക്ലാസ്സും കാണണം നിങ്ങൾ. അതുകൊണ്ടാണ് ടോപ്പിക്ക് ഏതൊക്കെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെയിമിങ് കണ്ടു തീർക്കുക. അത് കഴിഞ്ഞിട്ട് ഐസോമർസും കാണുക, അത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ മെക്കാനിസം കാണുക, പ്യൂരിഫിക്കേഷൻ ആയിട്ട് സെപ്പറേഷൻ നോക്കുക, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നോക്കുക. എന്നിട്ട് ചാപ്റ്റർ വിടുക, അടുത്ത ചാപ്റ്ററിലോട്ട് പോവുക കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, നെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ നെയിം ചെയ്യുന്നത് നമുക്ക് നോർമലി 4 ടൈപ്പ് നെയിമിംഗ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് നെയിം പഠിക്കണം. ഹൈഡ്രോകാർബൺസ് എന്നാൽ കാർബണും ഹൈഡ്രജനും മാത്രം. ആ ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ്റെ നെയിമിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ആൽക്കീൻ്റെ നെയിമിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ആൽക്കൈൻ്റെ നെയിമിംഗ് പഠിക്കാനുണ്ട്. ഇവിടെ 3 പേരുടെ നെയിം, ഇത് നമ്മൾ 10ലും പഠിച്ചതാണ്. ആൽക്കീൻ്റെ നെയിമിംഗ് എന്താണ്, ആൽക്കീൻ്റെ നെയിമിംഗ് എന്താണ്, ആൽക്കൈൻ്റെ നെയിമിംഗ് എന്താണ് നമ്മൾ 10ലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഓരോ ആൾക്കാരുടെയും ബ്രാഞ്ചും, പിന്നെ അതിനൊക്കെ ഡബിൾ ബോണ്ട് വരുന്നു, ബ്രാഞ്ച് വരുന്നു, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് ഒരുമിച്ച് വരുന്നു, ബ്രാഞ്ച് വരുന്നു, പിന്നെ അങ്ങനെ രീതിയിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോകാർബൺസിൻ്റെ നെയിമിംഗ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 രീതിയിൽ വരാം. സിംഗിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം, ഒറ്റ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം. ഒറ്റ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. അതാണ് നമുക്ക് രണ്ടാമത്തെ നെയിമിങ്ങിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. 3 നെയിമിംഗ് ആയിട്ട് എടുക്കുക ഞാൻ കേട്ടോ. സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ആലിസൈക്ലിക്കും ഉണ്ട്, ആരോമാറ്റിക്കും ഉണ്ട്. ആരോമാറ്റിക് ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നെയിമിങ്ങിൽ മിനിമം ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് നമുക്ക് നെയിമിങ്ങിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അതിനുശേഷം ഐസോമർസം നോക്കി, റിയാക്ഷൻ മെക്കാനിസം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 7-8 മാർക്കിനുള്ളത് എന്തായാലും ഓക്കെ. അപ്പോൾ 7-8 മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ടോപ്പിക്സും ഇതിൽ ഓരോ ആൾക്കാരും ഇത്ര എഴുതിയിടാൻ കാരണം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൽക്കൈൻ അത് ഹൈഡ്രോകാർബൺസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈഡ്രോകാർബൺസിൻ്റെ നെയിമിംഗ് ആണ്. അതിനുശേഷം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെയിമിംഗ് ഉണ്ട്. അത് സിംഗിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം, മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരുപാട് ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം. പിന്നെ വരുന്നത് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അത് സെപ്പറേറ്റ് നെയിമിംഗ് ആണ്. ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും. ഇത്രയും നെയിമിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയായിട്ട് നെയിമിംഗ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹൈഡ്രോകാർബൺസിൻ്റെ നെയിമിംഗ് നോക്കാം. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രം വരുന്ന കോമ്പൗണ്ടാണ് ഹൈഡ്രോകാർബൺ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ഹൈഡ്രോകാർബണിൻ്റെ നെയിമിംഗ് ആണ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ സിംപിളി കാർബണും ഹൈഡ്രജനും മാത്രം വരുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോകാർബൺ. കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വരുന്നത് കാർബണിൻ്റെ ചെയിനാണ്. കാർബണിൻ്റെ ചെയിൻ അതായത് ഇങ്ങനെ നേരെ കാർബൺസ് ഇരിക്കും, നേരെയോ ബ്രാഞ്ചായിട്ടൊക്കെ വരാം. കാർബണിൻ്റെ ചെയിനാണ് വരുന്നത്. അതായത് മെയിൻ ചെയിൻ കാർബൺ ആയിരിക്കും. നട്ടെല്ലെന്ന് പറയുന്ന കാർബൺ ആയിരിക്കും. ആ നട്ടലിനകത്ത് വേറെ കാർബൺസോ ഹൈഡ്രജൻസോ ഒക്കെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ ചെയിനാണ് വരുന്നത്. ഇവിടെ കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടോ, കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടോ, കാർബണിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും. അതായത് കാർബണിൻ്റെ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോകാർബൺസിൻ്റെ നെയിമിംഗ് ആണ്. നമുക്ക് 3 ടൈപ്പ് ഹൈഡ്രോകാർബൺസ് പഠിക്കാനുണ്ട്. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ.
ഈ 3 ഹൈഡ്രോ കാർബൺസിലും ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ എപ്പോഴും കാർബണും ഹൈഡ്രജനും ചേരുന്ന കോമ്പൗണ്ട്സ് ആണ്. അതിൽ കാർബണിൻ്റെ ചെയിനാണ് ഹൈഡ്രോ കാർബണിന് വരുന്നത്. കാർബണിൻ്റെ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ചെയിനാണ് കാർബൺ ഫോം ചെയ്യുന്നത്. ഒന്ന് കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരുന്ന ചെയിൻ, കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്ന ചെയിൻ, കാർബണിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ചെയിൻ. ഇങ്ങനെ 3 രീതിയിലുള്ള ചെയിനാണ് കാർബൺ ഫോം ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാർബണിന് ചുറ്റും എപ്പോഴും 4 ആൾക്കാർ വേണം. കാർബണിന് ചുറ്റും എപ്പോഴും 4 ആൾക്കാർ മീൻസ് 4 ബോണ്ട് വേണം. കാർബണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ട് വേണം. ഹൈഡ്രജന് ചുറ്റും എപ്പോഴും 1 ബോണ്ട് മതി. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാർബണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ട്, 4 വര വേണം കാർബണിന് ചുറ്റും. ഹൈഡ്രജന് ചുറ്റും 1 വര മതി. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നെയിമിങ്ങിലോട്ട് കയറിയിട്ടില്ല, ബേസോട്ടേക്ക് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പൗണ്ട്സ് ആണ്. ഹൈഡ്രോ കാർബൺ നമുക്ക് 3 ഫാമിലി പഠിക്കാനുണ്ട് നെയിമിങ്ങിൽ: ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കെയിൻ. അതിൽ ഹൈഡ്രോ കാർബൺസിൽ കാർബണിൻ്റെ ചെയിനാണ്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. കാർബണിൻ്റെ ചെയിൻ എന്ന് പറയുമ്പോൾ കാർബണും കാർബണും ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആക്കാം, കാർബണും കാർബണും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആക്കാം, കാർബണും കാർബണും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആവും. ഓക്കെ, കാർബണിന് ചുറ്റും എപ്പോഴും 4 പേരുണ്ടായിരിക്കണം. ദെൻ ഹൈഡ്രജന് ചുറ്റും എപ്പോഴും ഒരാളായിരിക്കണം. കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നമുക്ക് അതും നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടെ മനസ്സിലാക്കിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കിക്കോ. കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ. ഓക്കെ, കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. കാർബണിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. അപ്പോൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, അവരെ 3 പേരെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവരുടെ നെയിമിംഗ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എല്ലാവർക്കും സിംഗിൾ ബോണ്ടാണ്. ആൽക്കീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബണിന് എവിടെയെങ്കിലും ഒരിടത്ത്, എല്ലാം ഡബിൾ ബോണ്ട് ആവില്ല, എല്ലാം ഡബിൾ ബോണ്ടായ ഒരുപാട് നീളത്തിൽ ചെയിൻ പോവില്ല. അപ്പം ഏതെങ്കിലും ഒരിടത്ത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലെടുത്ത് ഡബിൾ ബോണ്ട്, എല്ലായിടത്തും ഡബിൾ ബോണ്ട് വരത്തില്ല, ഒരിടത്ത് മാത്രം ഡബിൾ ബോണ്ട്, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിടത്തെങ്കിലും ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അത് ആൽക്കൈനാണ്. എല്ലാം ട്രിപ്പിൾ ബോണ്ട് വരണമെന്നല്ല, എവിടെയെങ്കിലും ഒരിടത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ അതാണ് 3 ആൾക്കാർ. ഇതിലെ ഈ ആൽക്കൈനെ നമ്മൾ വിളിക്കുന്ന പേര് സാച്ചുറേറ്റഡ് എന്നാണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാണ് നമ്മൾ ആൽക്കൈനെ വിളിക്കുന്നത്. ആൽക്കീനെയും ആൽക്കൈനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഇതാണ് ബേസിക് ഐഡിയ. ഇനി നമുക്ക് ഓരോരുത്തരും എടുത്ത് വെച്ചിട്ട്, ആൽക്കീൻ സാച്ചുറേറ്റഡ് ആണ്, അയാളെ വെച്ചിട്ട് നമ്മൾ നെയിം ചെയ്യാൻ പോകും. പിന്നെ ആൽക്കീനും പിന്നെ ആൽക്കൈൻ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പം ഹൈഡ്രോ കാർബൺസിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കുക. ഇത്രയും നെയിമിങ് പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ ആൽക്കൈൻ തൊട്ട് ആൽക്കീൻ, ആൽക്കൈൻ, അവരെ 3 പേരായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദെൻ സൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ ആണല്ലോ? സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നെയിമിങ്ങിലോട്ട് പോവാം. ആദ്യം നമുക്ക് ആൽക്കൈൻ തന്നെ നെയിം ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം നെയിം ചെയ്യാൻ പോകുന്നത് ആൽക്കൈനെ പറ്റിയാണ്. ആൽക്കൈൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നെയിം ചെയ്തിട്ട് നമുക്ക് ആൽക്കൈനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നെയിം ചെയ്യാൻ പോകുന്നത് ആൽക്കൈനാണ്. നമുക്ക് ആൽക്കൈനിലോട്ട് പോകാം. ആൽക്കൈൻ ആൽക്കൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ ചെയിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കാർബണിന് ചുറ്റും എപ്പോഴും 4 ആൾക്കാർ വേണം. അപ്പോൾ സിംഗിൾ ബോണ്ടാണ്, അപ്പം കാർബണിന് ചുറ്റും 4 ബോണ്ട് വേണം. അത് കാർബൺ തന്നെ ആകാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആകാം, എന്ത് വേണമെങ്കിലോ. നമുക്ക് കോമൺലി 3 രീതിയിലാണ് ആൽക്കൈൻസിന് നെയിമിങ് വരുന്നത്. ഒന്ന്, മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല വെച്ച് നെയിം ചെയ്യും. 2, സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല. 3ാമത്തത് ലൈൻ നൊട്ടേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് നെയിം വരുന്നത്. ഓഹോ, ഇതൊക്കെ എന്തോ ഈ മോളിക്കുലാർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, ലൈൻ നൊട്ടേഷൻ, ഇങ്ങനെ 3 രീതിയിലാണ് ആൽക്കൈൻസിൻ്റെ നെയിം നമുക്ക് വരുന്നത്. ആൽക്കീനും ഇതുണ്ട്, ആൽക്കൈനും ഇതുണ്ട്. പക്ഷെ ആൽക്കീനും ആൽക്കൈനും നമ്മൾ മോളിക്കുലാർ ഫോർമുല എടുക്കാറില്ല. ഈ 2 നെയിമിങ് മാത്രമേ ഉള്ളൂ. ഈ ആൽക്കൈന് മാത്രമാണ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇവർ മാത്രമേ ഉള്ളൂ ഈ 3 രീതിയിലും നെയിം വരുന്നത്. 1 മോളിക്കുലാർ ഫോർമുല, 2 സ്ട്രക്ചറൽ ഫോർമുല, 3 ലൈൻ നൊട്ടേഷൻ. അടുത്ത ആൽക്കീൻ ആകുമ്പോഴത്തേക്ക് ഇത് 2 മാത്രമേ ഉള്ളൂ. ആൽക്കൈൻ ആകുമ്പോഴും ഇത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോളിക്കുലാർ ഫോർമുല, എന്താണ് സ്ട്രക്ചറൽ ഫോർമുല, എന്താണ് ലൈൻ നൊട്ടേഷൻ. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം കൂട്ടിയെടുത്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം കൂട്ടിയെടുത്ത് എഴുതും. എക്സാമ്പിൾ കാർബൺ 4 ഹൈഡ്രജൻ 10. ഇതിൻ്റെ പേര് പറയാൻ പോവാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിൽ 3 ആൾക്കാരുണ്ട്, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അതിലാരായത്? ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? കൺഫ്യൂഷനായി. അപ്പം ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും കണ്ടുപിടിക്കാൻ ഓരോരുത്തർക്കും ഓരോ മോളിക്കുലാർ ഫോർമുലയാണ്. അതായത് ആൽക്കെയിൻ ആണെങ്കിൽ മോളിക്കുലാർ ഫോർമുല കാർബണിൻ്റെ എണ്ണം എത്രയാണ്? കാർബണിൻ്റെ എണ്ണമാണ് N. അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ അത് ആൽക്കെയിനാണ്. കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ അത് ആൽക്കെയിനാണ്. ഇവിടെ കാർബണിൻ്റെ എണ്ണം എത്ര? 4. 4ൻ്റെ ഇരട്ടി എത്ര? 8. 8നോടൊപ്പം 2 കൂട്ടുന്നതല്ലേ 10. സോ ഇത് ആൽക്കെയിനാണ്. ഇതോ കാർബണിൻ്റെ എണ്ണം എത്ര? 5. 5ൻ്റെ ഇരട്ടി എത്ര? 10. 10നോടൊപ്പം 2 കൂട്ടി 12 കിട്ടണം. പക്ഷെ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 10. അപ്പോൾ ഇത് ആൽക്കെയിൻ അല്ല. അതിനെ നമുക്ക് നെയിം ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. C3H8. കാർബണിൻ്റെ എണ്ണം എത്ര? 3. 3ൻ്റെ ഇരട്ടി എത്ര? 6. 6നോടൊപ്പം 2 കൂട്ടി 8. കറക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും മോളിക്കുലാർ ഫോർമുലയാണ്. അതാണ് നമുക്ക് ആദ്യം നെയിം ചെയ്യണം. അതിനുശേഷം രണ്ടാമത് വരുന്ന സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഇട്ട് കാർബണിനും ഇടയ്ക്കുള്ള ബോണ്ട് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ CH3. ഇവിടെ നോക്കി, കാർബണിനും ഇടയ്ക്ക് ഏത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 3 ആൾക്കാരായി. അതുകൂടാതെ ഇങ്ങോട്ടൊരാളുണ്ട്. സോ 4 പേരായി. കാർബണിന് ചുറ്റും 4 പേരുണ്ട്. ഇവിടെയും കാർബണിന് ഇങ്ങോട്ടൊരു ബോണ്ടുണ്ട് 1, അങ്ങോട്ട് 3 പേരുണ്ട് 4. അപ്പോൾ ആ കാർബണിന് 4 ആയി. സോ ഇത് കാർബൺ സിംഗിൾ ബോണ്ടാണ്, ആൽക്കെയിനാണ്. ഓക്കെ, ഇതുണ്ടോ? ഇവിടെയും കാർബണിൻ്റെ ഇടയ്ക്ക് ഏത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. അതായത് ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. അപ്പോൾ അതും ആൽക്കെയിനാണ്. നോക്കിക്കേ, ഇതോ കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടാണ്, പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇത് ആൽക്കെയിൻ അല്ല. അപ്പോൾ അതിനെ നമുക്കിവിടെ നെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മൂന്നാമത്തത് ലൈൻ നൊട്ടേഷനാണ്. നെയിം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് 3 കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ലൈൻ നൊട്ടേഷനാണ്. ലൈൻ നൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ കാണത്തുള്ളൂ, വേറൊന്നും കാണത്തില്ല. തങ്ങിയിരിക്കും. കണ്ടോ, വെറുതെ വരച്ചല്ല, ഇതൊരു ഹൈഡ്രോ കാർബണാണ്. നമ്മൾ ആൽക്കെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഓരോ ജംഗ്ഷനും ഓരോ കാർബൺ ആറ്റംസാണ്. അതാ ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷനും ഈ ജംഗ്ഷനും കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം, ഈ ജംഗ്ഷൻ കാർബൺ ആറ്റം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബണും കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട്. ഹൈഡ്രജനെ എഴുതാറില്ല ഇതിനകത്ത്. ലൈൻ നൊട്ടേഷനകത്ത് നമ്മൾ ഹൈഡ്രജനെ കൊടുക്കാറില്ല. 1, 2, 3 ജംഗ്ഷൻ, 2 പേർക്കിടയ്ക്ക് സിംഗിൾ ബോണ്ട്, ആൽക്കെയിൻ. 4 കാർബൺ സിംഗിൾ ബോണ്ട്. ഇതൊക്കെ ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ? 1, 2, 3 ജംഗ്ഷനേ ഉള്ളൂ. 4ാമത്തെ ജംഗ്ഷനിൽ ആരിയ്ക്കുക? ഹൈഡ്രജൻ ഇരിക്കുക. അപ്പോൾ 1, 2, 3 ജംഗ്ഷൻ, 3 കാർബൺ. ഇതാണ് 3 രീതി. 1 മോളിക്കുലാർ ഫോർമുല, 2 സ്ട്രക്ചറൽ ഫോർമുല, 3ാമത്തത് ലൈൻ നൊട്ടേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ആൽക്കെയിൻ, ഹൈഡ്രോ കാർബണിൽ ആൽക്കെയിനെ നെയിം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ആൽക്കെയിൻ വരുമ്പോൾ സ്ട്രക്ചറലും ലൈൻ നൊട്ടേഷനും മാത്രമേ ഉള്ളൂ. കൂടുതലും ലൈൻ നൊട്ടേഷൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. പിന്നെ അതിനുശേഷം ആൽക്കെയിൻ ആകുമ്പോഴും സ്ട്രക്ചറലും ലൈൻ നൊട്ടേഷനും ഉള്ളൂ. ലൈൻ നൊട്ടേഷൻ നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആവും. ആൽക്കെയിൻ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്ലിയർ ആവും, ആൽക്കെയിൻ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആവും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തരായിട്ട് നെയിം ചെയ്യാം. ഇപ്പം നെയിം നമ്മളൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് നെയിം ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ നെയിമിങ്ങിലോട്ട് പോകും. നമ്മൾ നോർമലി ആൽക്കെയിൻസിനെ നെയിം ചെയ്യുന്നത് നോർമൽ രീതിയിൽ, അതായത് കാർബണിൻ്റെ ചെയിൻ മാത്രമേ ഉള്ളൂ, വേറെ ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രാഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നെയിമിന് കുറച്ച് മാറ്റമുണ്ട്. നേരെ ഇരിക്കുന്ന ആൾക്കാരാണ്, വേറെ ബ്രാഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ്, +a. വേർഡ് റൂട്ട് +a. ഇതാണ് ഹൈഡ്രോ കാർബണിലെ ആൽക്കെയിനിൻ്റെ നെയിമിങ്. വേർഡ് റൂട്ട് എഴുതുക. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം, നമ്പർ ഓഫ് കാർബൺ.
കാർബണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നൺ, 10 ആണെങ്കിൽ ഡെക്ക്. നമ്മളത് പഠിച്ചിട്ടുണ്ട് 10ൽ നമ്മൾ ഈ പാട്ടുപാടി പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ എന്തും കൂടെ ചേർക്കണം, ANEയും കൂടെ ചേർക്കണം. ANE ആണ് നമ്മുടെ ആൽക്കൈൻ്റെ കേസുള്ള പ്രിഫിക്സ്. ഇതാ ഇവിടെ നിന്ന് വന്നതാ ANE, ആൽക്കൈൻ. ഇനി നമുക്ക് പേരെഴുതാം. ആദ്യം മോളിക്കുലർ ഫോർമുല എഴുതാം. എങ്ങനെ മോളിക്കുലർ പേരെഴുതുന്ന? വേർഡ് റൂട്ട് പ്ലസ് എയിൻ ആണ്. വേർഡ് റൂട്ട് എത്ര? കാർബണിൻ്റെ എണ്ണം 4 വരുമ്പോഴത്തേക്ക് വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. ശരിയല്ലേ? ബ്യൂട്ടാണ്. പിന്നെ സഫിക്സ് എന്തുവാ? ANE ആണ്. സോ ചേർത്ത് എഴുതാം. പേരെന്തുവാ? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ സിമ്പിൾ. കാർബണിൻ്റെ എണ്ണം എത്ര? 3 വരുമ്പോഴത്തേക്ക് വേർഡ് റൂട്ട് ചെയ്താൽ പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് മീൻസ് ആൽക്കൈൻ ആകുമ്പോൾ സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് കൊടുക്കുക? ANE കൊടുക്കുക. പ്രൊപ്പൈൻ. ഇത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇത് ആൽക്കൈൻ അല്ല, അപ്പോൾ എഴുതാൻ പറ്റത്തില്ല. ഇതാണ് നെയിം. ഇങ്ങോട്ട് വന്നേ, സ്ട്രക്ചറൽ ഫോമിൽ നെയിം ചെയ്യാം. കാർബണിൻ്റെ എണ്ണം എത്ര? 2 വരുമ്പോഴത്തേക്ക് എത്ത് അല്ലേ? വേർഡ് റൂട്ട് എന്തുവാ? സഫിക്സ് എന്തുവാ? ANE. ഇത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ് ANE. ഇവിടെ എത്ര കാർബൺസ് ഉണ്ട്? 3 വരുമ്പോഴത്തേക്ക് എന്തുവാ? പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പൈൻ. ഇനി ഇവിടെ നോക്കിക്കേ, എത്ര ജംഗ്ഷൻ ഉണ്ട്? 1, 2 ജംഗ്ഷൻ എന്നാൽ 2 കാർബൺ. 2 കാർബൺ എന്ന് പറഞ്ഞാൽ എത്ത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത്. ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? 1, 2, 3 ജംഗ്ഷൻ ആകുമ്പോൾ പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? 1, 2, 3, 4 വരുമ്പോഴത്തേക്ക് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ. ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? 1, 2, 3 വരുമ്പോഴത്തേക്ക് എന്തുവാ? പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ ജംഗ്ഷൻ കൂട്ടരുത്, ആ ജംഗ്ഷനിൽ ഹൈഡ്രജൻ ഇരിക്കുകയാണ്. 3 ജംഗ്ഷനേ ഉള്ളൂ. ഇതാണ് 3 പേരുടെയും നെയിമിങ്. സിമ്പിളാണിത് അല്ലെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. മോളിക്കുലർ ഫോർമുല കാർബണിൻ്റെ എണ്ണം നോക്കുക. കാർബണിൻ്റെ എണ്ണത്തിന് വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് എഴുതുക, AN കൊടുക്കുക. ആദ്യം അത് CnH2n+2 ആണോ നോക്കണം. അതായത് കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണോ ഹൈഡ്രജൻ്റെ എണ്ണമെന്ന് നോക്കണം, എങ്കിലേ ആൽക്കൈൻ ആവും. പിന്നെ സ്ട്രക്ചറൽ ഫോർമുല ഇതാണ്. കാർബൺ സിംഗിൾ ബോണ്ട് ചേർത്ത് എഴുതി തരും. എത്ര കാർബൺസ് ഉണ്ടോ നോക്കുക, അത് കൊടുക്കുക, പേരെഴുതുക. ഇനി ലൈൻ നൊട്ടേഷൻ. അപ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കുക. എത്ര ജംഗ്ഷൻസ് ഉണ്ട് അത് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അത്രയും കാർബൺസ് കാണും, പേരെഴുതുക. ഇതാണ് 3 രീതി. ഇത് നേരെ ഇരിക്കുന്ന കോമ്പൗണ്ടാണ്, ബ്രാഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന ബ്രാഞ്ച് വരുന്ന കേസസ് ആണ്. ഇതിൻ്റെ പേരെന്തുവാ? നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ടതാ. ഇതിൻ്റെ പേര് എങ്ങനെ എഴുതാം? നമുക്ക് എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. പക്ഷെ 6ാമത്തെ ജംഗ്ഷനിൽ ആരിയ്ക്കുക? ഹൈഡ്രജൻ അടിക്കുക. അപ്പോൾ എത്ര ജംഗ്ഷനുള്ളൂ? 1, 2, 3, 4, 5 വരുമ്പോഴത്തേക്ക് വേർഡ് റൂട്ട് ചെയ്താൽ പെൻറ്റ്. പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഏത് കൊടുക്കണമെന്നാണ് പറഞ്ഞാൽ AN. സോ പേരെന്തുവാ? പെൻറ്റൈൻ. സിമ്പിൾ നെയിമിങ്, ഒരു പ്രശ്നമില്ല. സോ ഇതാണ് ആൽക്കൈൻ്റെ ബേസിക് നെയിമിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മായ്ക്കാണ്. അപ്പോൾ ആൽക്കൈനെ നമ്മൾ 3 രീതിയിലാണ് നെയിം ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മോളിക്കുലർ ഫോർമുല വെച്ചിട്ട്, 2 നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ട്, 3ാമത്തത് ലൈൻ നൊട്ടേഷൻ വെച്ചിട്ട്. ലൈൻ നൊട്ടേഷൻ ഓർത്ത് വെച്ചേക്കണം. ഓരോ ജംഗ്ഷൻസും ഓരോ കാർബൺ ആറ്റംസാണ്, എങ്കിലും നമുക്ക് നെയിം ചെയ്യാൻ പറ്റത്തുള്ളേ. ഓക്കെ ആണല്ലോ? സോ ഇനി നമുക്ക് നെയിമിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളിനി മോളിക്കുലർ ഫോർമുല ചെയ്യുന്നില്ല, സ്ട്രക്ചറൽ ഫോർമുല മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ നേരെ ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചാണ്. സോ ബ്രാഞ്ചിങ് വരുന്ന നെയിമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി എളുപ്പമാണ്. കാർബണിലേക്ക് സിംഗിൾ ബോണ്ട് ആണോ നോക്കുക, എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കുക. നേരെ ഇരിക്കുകയാണെങ്കിൽ എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കുക, അത്രയും കാർബണിൻ്റെ പേരെഴുതുക, പ്ലസ് ANE കൊടുക്കുക, കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചിൻ്റെ നെയിമിംഗ് ആണ്. ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരെ ഇരിക്കുന്ന ചെയിനിൽ നിന്നും താഴോട്ടും മുകളിലോട്ടുമുള്ള പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഒരിക്കലും 1ാമത്തെ കാർബണിലും ലാസ്റ്റ് കാർബണിലും, ഫസ്റ്റ് കാർബണിലും ലാസ്റ്റ് കാർബണിലും ഒരിക്കലും ബ്രാഞ്ച് വരത്തില്ല. നോക്കേ, ഇത് കണ്ടോ? ഇത് നേരെ ഇരിക്കുന്ന ചെയിനിൻ്റെ താഴോട്ട് ഒരാൾ ഇരിക്കില്ലേ, നേരെ ഇരിക്കുന്ന ചെയിനിന് മുകളിലോട്ടും താഴോട്ടും വരുന്ന പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. അപ്പോൾ ഇത് താഴോട്ടിരിക്കുക. ഇപ്പോൾ ഒരു പ്രൊജക്ഷൻ താഴോട്ടുണ്ട്, പക്ഷേ ഇത് ബ്രാഞ്ച് ആണോ?
അല്ല. എന്തുകൊണ്ടാണ് ഇത് ബ്രാഞ്ച് അല്ലാത്തത്? ഫസ്റ്റ് കാർബണിലെ ലാസ്റ്റ് കാർബണിൽ എന്ത് വരത്തില്ല? ബ്രാഞ്ച് വരത്തില്ല. ആക്ച്വലി ഇത് ഇങ്ങോട്ട് ഇരുന്നതാണ്, ഇത് ഇങ്ങനെ ഇരുന്നതാണ്, ഇതിനെ മടക്കി ഇങ്ങോട്ട് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കാർബണും ലാസ്റ്റ് കാർബണിലും ഒരിക്കലും ബ്രാഞ്ച് വരത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്തുവാ? ഇത് നേരെ അങ്ങ് വെച്ചാൽ മതി. നേരെ വെക്കുമ്പോഴത്തേക്ക് എല്ലാം സിംഗിൾ ബോണ്ട്. ഇത് നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. 1 2 3 4 4 കാർബൺ, 4 വരുമ്പോൾ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8 പേര് ബ്യൂട്ടേൻ. കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കാർബണിലും ലാസ്റ്റ് കാർബണിലും ഒരിക്കലും എന്ത് വരത്തില്ല? ബ്രാഞ്ച് വരത്തില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഒരിക്കലും എന്തായിട്ട് വരത്തില്ല? ബ്രാഞ്ച് ആയിട്ട് വരത്തില്ല. ഹൈഡ്രജൻ ഒരിക്കലും ബ്രാഞ്ച് അല്ല. അതെങ്ങനെ എഴുതാം? CH3 CH H CH2 CH3. അപ്പോൾ നോക്കി, താഴോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ട് അല്ലേ? താഴോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ട്. അത് ഒന്നാമത്തെ കാർബണിലും അവസാനത്തെ കാർബണിലും ആണോ? അല്ല. ഒന്നാമത്തെ കാർബണിലും അവസാനത്തെ കാർബണിലും ആണെങ്കിൽ അത് ബ്രാഞ്ച് അല്ല. അപ്പോൾ ഇത് ബ്രാഞ്ച് ആണ്. പക്ഷെ ഒരിക്കലും ആര് ബ്രാഞ്ചായിട്ട് വരത്തില്ല? ഹൈഡ്രജൻ ബ്രാഞ്ചായിട്ട് വരത്തില്ല. ബാക്കിയുള്ളതിനെയാണ്, ബാക്കി എന്ത് വന്നാലും അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ഇവിടെ നമ്മൾ ഹൈഡ്രോ കാർബൺ പഠിക്കുന്നതുകൊണ്ട് കാർബൺ ആയിരിക്കണം ബ്രാഞ്ച് ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി കാർബൺ ബ്രാഞ്ച് ആയിട്ട് വന്നാൽ അതിനെ പേര് വിളിക്കാൻ ഒരു IUPAC റൂളുണ്ട്. പേര് വിളിക്കേണ്ടത് അതിൽ എത്ര കാർബൺസ് ഉണ്ടോ അതിൻ്റെ വേർഡ് റൂട്ട് കൊടുക്കുക, പ്ലസ് YL ചേർക്കുക. അതിന് നമ്മൾ പേര് കൊടുക്കേണ്ടത് എത്ര കാർബൺസ് ഉണ്ടോ നോക്കുക, അതിൻ്റെ വേർഡ് റൂട്ട് എഴുതുക, അതിനോടൊപ്പം YL ചേർക്കുക. എന്നിട്ട് വേണം നമ്മൾ നെയിം ചെയ്യാനായിട്ട്. അപ്പോൾ വേർഡ് റൂട്ട് പ്ലസ് YL. ഇനി അപ്പോൾ 3 പോയിൻ്റായി. 3 പോയിൻ്റ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. മൂന്നാമത്തെ പോയിന്റിന് ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പം ഫസ്റ്റ് കാർബണിലും ലാസ്റ്റ് കാർബണിലും ബ്രാഞ്ച് വരത്തില്ലേ? കണ്ടോ? ഇവിടെ ബ്രാഞ്ച് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ഇരിക്കുന്ന ചെയിനിൽ താഴോട്ടൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. ആ പ്രൊജക്ഷൻ ഒന്നാമത്തെയോ അവസാനത്തെയോ കാർബണിലല്ല. ആ പ്രൊജക്ഷൻ ഹൈഡ്രജൻ അല്ല, കാർബണിൻ്റെ ഒരു ചെയിനാണ്. അപ്പം പ്രൊജക്ഷൻ ഉണ്ട്, ഇത് ബ്രാഞ്ചാണ്. ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്ന? ബ്രാഞ്ചിന് എന്താ? വേർഡ് റൂട്ട് പ്ലസ് YL. വേർഡ് റൂട്ട് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ വിടുമ്പോൾ മെത്ത്, പിന്നെ എന്തും കൂടെ ചേർക്കണം? YL, മീഥൈൻ. ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ബ്രാഞ്ചിനെ നെയിം ചെയ്യുന്ന റൂൾസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഫസ്റ്റ് കാർബൺ, അതായത് നേരെ ഇരിക്കുന്ന ചെയിനിൽ മുകളിലോട്ടോ താഴോട്ടോ വരുന്ന പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് ഒരിക്കലും എവിടെ വരത്തില്ല? ഒന്നാമത്തെ കാർബണിലും അവസാനത്തെ കാർബണിലും ഒരിക്കലും ബ്രാഞ്ച് വരത്തില്ല. പിന്നെ ഹൈഡ്രജൻ ഒരിക്കലും ബ്രാഞ്ച് ആയിട്ട് വരത്തില്ല. ഇടയ്ക്കുള്ള കാർബൺസിലായിരിക്കും ബ്രാഞ്ച് വരുന്നത്. ബ്രാഞ്ചിനെ നെയിം ചെയ്യുന്നത് വേർഡ് റൂട്ടിനോടൊപ്പം YL ചേർക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അപ്പം മീഥൈൻ ആൽക്കൈൻ്റെ ബ്രാഞ്ച് പറയാൻ പോവുകയാണേ. ബ്രാഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ബ്രാഞ്ചിനെ നമ്മൾ നെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ബ്രാഞ്ചിനെ വേണം ആദ്യം കൊടുക്കാനായിട്ട്. ബ്രാഞ്ച് പ്ലസ് മെയിൻ ചെയിൻ. രണ്ടാമത് കൊടുക്കേണ്ടത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ചെയിൻ എന്നൊക്കെ വിളിക്കും. മെയിൻ ചെയിൻ്റെ നിങ്ങൾ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് വേണം എഴുതാനായിട്ട്. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അപ്പം ബ്രാഞ്ച്, പിന്നെ അതിനുശേഷം മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അതായത് മെയിൻ ചെയിനിന് മുന്നേ വേണം നിങ്ങൾ ബ്രാഞ്ചിനെ എഴുതാൻ, വിത്ത് നമ്പറും കൂടെ ചേർത്ത് വേണം എഴുതാനായിട്ട്. അതായത് ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് കാർബൺ കാണും, അതിൽ എത്രാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്, അത് പ്ലസ് മെയിൻ ചെയിൻ. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മെയിൻ ചെയിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് വേണം നിങ്ങൾ ബ്രാഞ്ചിനെ കണ്ടുപിടിക്കുക. മൂന്നാമത് വേണം നിങ്ങൾ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ എഴുതുമ്പോൾ ആദ്യം നമ്പർ എഴുതുക, പിന്നെ ബ്രാഞ്ച് എഴുതുക, പിന്നെ മെയിൻ ചെയിനെ എഴുതുക. പക്ഷെ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മെയിൻ ചെയിനാണ്. ഇനി എങ്ങനെ മെയിൻ ചെയിനെ കണ്ടുപിടിക്കാം? മെയിൻ ചെയിൻ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നതാണ് മെയിൻ ചെയിൻ. മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നതാണ് മെയിൻ ചെയിൻ. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. കണ്ടോ? ആദ്യം നമുക്ക് ഒന്നാമത് നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ പേര് എഴുതേണ്ടത്. പക്ഷെ ആരെ കണ്ടുപിടിക്കേണ്ട? ആദ്യം മെയിൻ ചെയിൻ. എന്താ മെയിൻ ചെയിൻ? മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നു. ഒരു തുടക്കവും ഉണ്ടായിരിക്കണം, ഒരു അവസാനം ഉണ്ടായിരിക്കണം. ഇവിടെ തുടങ്ങുന്നത് CH3-ൽ
അവസാനിക്കുന്നതും CH3. ഒരു എൻഡിൽ തുടങ്ങണം, ഒരു എൻഡിൽ അവസാനിക്കണം. 1, 2, 3, 4, 5 ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. CH3 തുടങ്ങി CH3 അവസാനിച്ചു. 1, 2, 3, 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. എങ്ങനെ കൗണ്ട് ചെയ്തിട്ടും 4ൽ കൂടിയ ഒരു ആൻസർ വരുന്നില്ല. 1, 2, 3, 4. സോ 4. എങ്ങനെ കൗണ്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു വാല്യൂവിൽ കൂടുതൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ കിടക്കുന്ന ആ നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. 1, 2, 3, 4 ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും. അതിനേക്കാളല്ല നിങ്ങൾ നേരെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തിനെ കിട്ടി? മെയിൻ ചെയിനെ കിട്ടി. മെയിൻ ചെയിനെ കിട്ടി. മെയിൻ ചെയിനിൽ പെടാത്ത ആളെ വിളിക്കുന്ന പേരാണെന്ത്? ബ്രാഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ ബ്രാഞ്ച് ആയിരിക്കും. ബ്രാഞ്ച്. മെയിൻ ചെയിനിൽ പെടാത്ത ആളെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. അപ്പോൾ മെയിൻ ചെയിനുമായി ബ്രാഞ്ചുമായി. ഇനി ബ്രാഞ്ചിൻ്റെ പേര് നമുക്ക് നോക്കാം. ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കാൻ ആദ്യം എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ വരുമ്പോൾ മെത്ത്. ദെൻ ഇത് ബ്രാഞ്ച് ആയതുകൊണ്ട് എന്ത് ചേർക്കണമെന്ന് IUPAC പറഞ്ഞാൽ YL. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് കിട്ടി മീഥൈൽ. പിന്നെ അതിനുശേഷം മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. മെയിൻ ചെയിൻ ഏതാ? ഇതാണ് മെയിൻ ചെയിൻ. 1, 2, 3, 4 കാർബൺ വരുമ്പോൾ ബ്യൂട്ട് അല്ലേ. പിന്നെ സഫിക്സ് എന്നായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A. പേര് കിട്ടി. നമുക്ക് പേരെഴുതാം. ബ്യൂട്ടൈൻ അല്ലേ, ബ്യൂട്ടൈൻ. പിന്നെ ബ്രാഞ്ചിൻ്റെ പേരെന്തുവാ? മീഥൈൽ. ഇനി ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാണെന്ന് വേണം. എത്രാമത്തെ കാർബണിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യുക. 1, 2, 3, 4. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുക. 1, 2, 3, 4. എങ്ങനെ നോക്കിയിട്ടും എത്ര നമ്പർ വരുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. മെയിൻ ചെയിനിൽ നിങ്ങൾ ബ്രാഞ്ചിൻ്റെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ മെയിൻ ചെയിനിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യാം. എവിടുന്ന് എങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ചെറിയ നമ്പർ കിട്ടുന്നതെന്ന് നോക്കുക. ചെറിയ നമ്പർ കിട്ടുന്നത് ഇവിടെ അല്ലേ? 2 അല്ലേ? സോ പേരെന്തുവാ? 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് ഇതിൻ്റെ പേര്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. CH3, CH2, CH2, CH3, CH3. ഇതിൻ്റെ പേരെഴുതാം നമുക്ക്. ആദ്യം നിങ്ങൾ മെയിൻ ചെയിനെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് കണ്ടുപിടിക്കണം മെയിൻ ചെയിൻ മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്ന ചെയിൻ. കാർബൺ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4, 5. ഏറ്റവും വലിയ നമ്പർ ഏതാ പറഞ്ഞ? 5. അപ്പോൾ അതാണ് നിങ്ങളുടെ മെയിൻ ചെയിൻ. ഇതാണ് മെയിൻ ചെയിൻ. വരയ്ക്കാം. മെയിൻ ചെയിൻ എങ്ങും വരയ്ക്കാം. ആദ്യം ഇങ്ങനെ വരച്ച് ശീലിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. മെയിൻ ചെയിൻ. ഓക്കെ. പുറത്താരെ കിടക്കുന്ന ബ്രാഞ്ച് മെയിൻ ചെയിനിൽ പെടാതെ, ഇതാണ് മെയിൻ ചെയിനിൽ പെടാതെ കിടക്കുന്നതാണ്. ഓക്കെ. അതിൻ്റെ പേരെഴുതാം. ഒരു കാർബൺ വരുന്നതുകൊണ്ട് മെത്ത്, അത് ബ്രാഞ്ച് ആയിട്ടല്ലേ കിടക്കുന്ന, അതുകൊണ്ട് YL, മീഥൈൽ. അപ്പോൾ അയാളെ നമുക്ക് എഴുതാം മീഥൈൽ. ഇനി മെയിൻ ചെയിൻ്റെ പേര് പറയാം. മെയിൻ ചെയിൻ ആണ് അത് കഴിഞ്ഞിട്ട് എഴുതാം. 1, 2, 3, 4, 5 വരുമ്പോൾ പെൻറ്റ്. സഫിക്സ് എന്തുവാ? എയിനാണ്. പെൻറ്റൈൻ. അപ്പോൾ മീഥൈൽ പെൻറ്റൈൻ. ഇനി ആ മീഥൈലിൻ്റെ നമ്പർ കൊടുക്കണം. എങ്ങനെ നമ്പർ കൊടുക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യുക. 1, 2, 3, 4, 5 അല്ല. ഇങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ കാർഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. 1, 2, 3, 4, 5. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ കാർബൺ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴും മൂന്നാമത്തെ കാർബൺ. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് 3 തന്നെ. സോ 3 തന്നെ കൊടുക്കുക. 3 മീഥൈൽ പെൻറ്റൈൻ. ഇതാണ് 2 എക്സാമ്പിൾ. ഓക്കെ. ഇനിതാ ഇത് നോക്കിക്കേ. സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പേരൊന്ന് പറയാമോ? അപ്പോൾ ഇതിൻ്റെ പേര്, ഇത് ലൈൻ നൊട്ടേഷനാണ്. ലൈൻ നൊട്ടേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് പേരുന്നത്? ആദ്യം നമുക്ക് മെയിൻ ചെയിനെ കണ്ടുപിടിക്കാം. അത് നമുക്ക് എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. ഇനി എന്ത് ചെയ്യാം? നമുക്ക് മെയിൻ ചെയിനെ കണ്ടുപിടിക്കാം. പഴയ കണക്കന്നെ, മാറ്റമൊന്നുമില്ല. മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നത് 1, 2, 3, 4, 5. ഇങ്ങനെ നോക്കുമ്പോൾ 5. 1, 2, 3, 4. ഇങ്ങനെ നോക്കുമ്പോൾ 4. 1, 2, 3, 4. ഇങ്ങനെ നോക്കുമ്പോഴും 4. അപ്പോൾ 5 വരുന്നത് ഇങ്ങനെ നോക്കുമ്പോഴേ, അതാണ് നിങ്ങളുടെ മെയിൻ ചെയിൻ. അപ്പോൾ അതങ്ങ് മെയിൻ ചെയിൻ ആക്കുക. ഇതാണ് നിങ്ങളുടെ മെയിൻ ചെയിൻ.
മെയിൻ ചെയിനിൽ പെടാതെ കിടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. സോ ബ്രാഞ്ചിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്? ഒരു ജംഗ്ഷനേ ഉള്ളൂ. ഒരു ജംഗ്ഷൻ വരുമ്പോൾ മെത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. സോ അതിനെ ആദ്യം എഴുതാം മീഥൈൽ. പിന്നെ എത്ര ജംഗ്ഷൻ ഉണ്ടോ നോക്കിക്കേ, 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻറ്റ്, അത് മെയിൻ ചെയിൻ ആണേ പെൻറ്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A, മീഥൈൽ പെൻറ്റ്. ഇനി എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ വരുന്നത് നോക്ക്. നമ്പർ ചെയ്യുന്നു 1 2 3 4 5. 1 2 3 4 5. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ കാർബൺ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നാമത്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് 3 തന്നെ. സോ പേരെന്തുവാ? 3 മീഥൈൽ പെൻറ്റ്. ഇതാണ് ലൈൻ നൊട്ടേഷൻ നെയിമിങ്. നോക്കാം നമുക്കിതാ വീണ്ടും ലൈൻ നൊട്ടേഷനുമായിട്ട് ഞാൻ വന്നു. പേര് പറയാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജംഗ്ഷൻസിനൊക്കെ ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 ജംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പേരെഴുതാം. പേരെഴുതണമെങ്കിൽ മെയിൻ ചെയിനെ കണ്ടുപിടിക്കണം. മെയിൻ ചെയിനിൽ പെടാത്ത ആൾ ബ്രാഞ്ച്, നമ്പർ. ആദ്യം മെയിൻ ചെയിനെ കണ്ടുപിടിക്കാം. മാക്സിമം നമ്പർ കാർബൺ 1 2 3 4 5 6. ഇങ്ങനെ നോക്കുമ്പോൾ 6. 1 2 3 4 5 6. നേരെ നോക്കുമ്പോഴും 6. 1 2 3 4 5. അങ്ങനെ നോക്കുമ്പോൾ 5. അപ്പം 6 എണ്ണം വരുന്നത് നേരെ നോക്കുമ്പോഴാണ്. നേരെ നോക്കുമ്പോൾ 6 എണ്ണം. ഓക്കെ, 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A, ഹെക്സെയിൻ, മെയിൻ ചെയിൻ്റെ പേരായി. ഇനി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ. 2 ജംഗ്ഷൻ വരുമ്പോൾ വിളിക്കുന്ന പേര് എത്ത്, 2 കാർബൺ എത്ത്. ബ്രാഞ്ച് ആയതുകൊണ്ട് YL. അപ്പോൾ പേരെന്തുവാ? ഈഥൈൽ. ഇനി എത്രാമത്തെ കാർബൺ ആണെന്ന് പറയണം. നോക്കാം നമുക്ക്. 1 2 3 4 5 6. അവിടെ നിന്ന് ഇങ്ങോട്ട് പറ. 1 2 3 4 5 6. ഇനി നമുക്ക് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 4ാമത്തെ കാർബണിലെ ബ്രാഞ്ച്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 3ാമത്തെ കാർബണിലെ ബ്രാഞ്ച്. 4 എടുക്കണോ 3 എടുക്കണോ? 3 എടുക്കണം. സോ പേര് 3 ഈഥൈൽ ഹെക്സൈൻ. ഇതാണ് ബ്രാഞ്ച് വരുമ്പോഴുള്ള നെയിമിങ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പം ഞാൻ ഒറ്റ ബ്രാഞ്ചേ പറഞ്ഞോളൂ. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുമ്പോഴുള്ള കേസ് വേണം പറയാനായിട്ട്. ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇത് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ പറയില്ല. ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ ഇട്ടാൽ മതി. എന്താണ് ഇതിൻ്റെ പേര് വരുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ മാക്സിമം ചെയിൻ കണ്ടുപിടിക്കുക, ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, പേരെഴുതുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ, അപ്പം നോട്ട് ചെയ്തോണമല്ലോ? പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒന്നിലോട്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാഞ്ച് തന്നെ വരുന്നതാണ്, പക്ഷെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരും. ഇനി നമുക്ക് ബ്രാഞ്ച് തന്നെയാണ് വരുന്നത്, പക്ഷെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്നു. എക്സാമ്പിൾ ഇതാ, ഈ കേസും ഈ കേസ് രണ്ടും നമുക്ക് നോക്കാം. ഈ 2 കേസിൽ നമുക്ക് പേരെഴുതാം. ആദ്യം നമ്മൾ ലോങ്സ്റ്റ് ചെയിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കാം നമുക്ക്. 1 2 3 കാർബൺ, 1 2 3 4 കാർബൺ, 1 2 3 4 5. അപ്പം നേരെ വരുന്നതാണ് 5. അപ്പം നേരെ വരുന്നതാണ് ലോങ്സ്റ്റ് ചെയിൻ അല്ലേ? ഇതൊരു ബ്രാഞ്ചാണ്, ഇത് അടുത്ത ബ്രാഞ്ചാണ്. 2 ബ്രാഞ്ചുണ്ട് ഇവിടെ. ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിനെ നോക്കാം. 1 2 3 4 5. 1 2 3 4 5. 1 2 3 1 2 3 4 5. എങ്ങനെ നോക്കിയിട്ട് 5. അപ്പം നേരെ ഉള്ളത് തന്നെ എടുക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്. എത്ര ബ്രാഞ്ച്? ഇതാ 1 2 ബ്രാഞ്ച്. ആദ്യം നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ്റെ പേരങ്ങ് എഴുതാം. ലോങ്സ്റ്റ് ചെയിൻ്റെ പേരെഴുതുന്നു. 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻറ്റ് അല്ലേ? സഫിക്സ് എന്തുവാ? എ, പെൻറ്റ്. 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻറ്റേൻ. ഫൈൻ. ഇവിടുത്തെ
ബ്രാഞ്ച് മീതയിൽ ശരിയല്ലേ? ഒരു കാർബൺ മെത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഒരു കാർബൺ മെത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഒരു കാർബൺ മെത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. 2 കാർബൺ എത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇവിടെ വന്നേക്കുന്ന 2 ബ്രാഞ്ചും സെയിം ആണ്. അതുകൊണ്ട് 2 ബ്രാഞ്ചും സെയിം ആയതുകൊണ്ട് നമ്മൾ ഡൈമീതൈൽ എന്ന് എഴുതും. ഡൈമീതൈൽ. 2 ബ്രാഞ്ചും ഈതയിലായിരുന്നെങ്കിൽ ഡൈ ഈതൈൽ. 2 ബ്രാഞ്ചും പ്രൊപ്പൈലായിരുന്നെങ്കിൽ ഡൈപ്രൊപ്പൈൽ. ഇനി 3 ബ്രാഞ്ചും മീതയിലാണെങ്കിൽ ട്രൈമീതൈൽ. എന്താണോ അങ്ങനെ. ഇനി നമുക്ക് നമ്പർ കണ്ടുപിടിക്കണം. അതിനൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സം ഓഫ് നമ്പേഴ്സ് ആണ് നോക്കുന്നത്. സം ഓഫ് നമ്പേഴ്സ് കുറവായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യുന്നു, എന്നിട്ട് ഏതാണോ ചെറിയ നമ്പർ അതെടുക്കും. അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്നതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യും. എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴുള്ള 2 പേരുടെ നമ്പർ കൂട്ടും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോഴുള്ള 2 പേരുടെ നമ്പർ കൂടെ കൂട്ടും. ഏതാണോ ചെറുത് അതെടുക്കും. നോക്കാം നമുക്കതാ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തേ. 1 2 3 4 5. 1 2 3 4 5. ഇവിടെ പോകുമ്പോൾ 2ലും 3ലും, അപ്പം 2 + 3 എന്ത് വരും? 5 വരും. ഇങ്ങോട്ട് വരുമ്പോൾ 3ലും 4ലും 3 + 4 എന്ത് വരും? 7 വരും. 5 ആണോ 7 ആണോ ചെറുത്? 5 ആണ് ചെറുത്. അപ്പം 2ലും 3ലും. അപ്പം എന്തുവാ? 2, 3. 2ലും 3ലും ഡൈമീതൈൽ, അതായത് 2ലൊരു മീതൈൽ 3ലൊരു മീതൈൽ. ഇനി ഇവിടെ രണ്ടും ഡിഫറൻറ്റ് ബ്രാഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബ്രാഞ്ചിനെ എഴുതണം. ഇവിടെ 2 ബ്രാഞ്ചും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഡൈ എന്ന് പറഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ കൊടുക്കാം. 1 2 3 4 5. 1 2 3 4 5. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2ലും 3ലും 2ഉം 3ഉം 5. അവിടെ നിങ്ങളുടെ 4ലും 3ലും 7. ഏതെടുക്കണം? 5 എടുക്കണം. ഇനി നമുക്ക് പേരെഴുതാം. പേരെഴുതുമ്പോൾ മീതയിലും ഉണ്ട് ഈതയിലും ഉണ്ട്. 2 ഡിഫറൻറ്റ് ബ്രാഞ്ച് ആണെങ്കിൽ ആൽഫബറ്റിൽ ആദ്യം വരുന്ന ആളെ ആദ്യം എഴുതണം. ആൽഫബറ്റിൽ ആരാ? മീതയിലാണോ ഈതയിലാണോ? ഈതയിലാണ് ആൽഫബറ്റിൽ ഫസ്റ്റ്. എത്രാമത്തെ കാർബണില? 3ാമത്തെ കാർബണില. സോ പേര് 3-ഈതൈൽ. പിന്നെ എത്രാമത്തെ കാർബണില? 2ാമത്തെ കാർബണിൽ മീതയിൽ. 2ാമത്തെ കാർബണിൽ മീതയിൽ. അപ്പോൾ പേരെന്തുവാ? 3-ഈതൈൽ 2-മീതൈൽ പെൻറ്റൈൽ. ഇതാണ് പേര്. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തരുവാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളത്. ഇവിടെ കമൻറ്റ് ബോക്സിൽ ആൻസർ എന്ത് വന്നിട്ടുണ്ടേ? CH2 ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോണേ. സ്ക്രീൻഷോട്ട് എടുക്കുക, നെയിം ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഒരു 2 ലൈൻ നൊട്ടേഷനും കൂടെ ചെയ്യാം. ഇതിപ്പം നമ്മുടെ സ്ട്രെയിറ്റ് ചെയിനിലാണെങ്കിൽ ലൈൻ നൊട്ടേഷനും കൂടെ ചെയ്യണ്ടേ? ഓക്കെ. ഒരു 2 ലൈൻ നൊട്ടേഷനും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആൽക്കീൻ്റെ നെയിം ഏകദേശം കംപ്ലീറ്റ് ആയി. 2 ലൈൻ നൊട്ടേഷനും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ആൽക്കീനിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ലൈൻ നൊട്ടേഷൻ ചെയ്യാം. ദാ ബോലോട് നോക്കിക്കോണേ. ആഹാ, ഒന്നും മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല. ആഹാ, കൊള്ളാം. നമുക്ക് ജംഗ്ഷൻ കൗണ്ട് ചെയ്യാം. ദാ 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 5 6. 1 2 3 4 5. 1 2 3 4 5. എങ്ങനെ നോക്കിയിട്ട് 6ആണ് വലുത്. 6. ഇതാണ് 6. ഇതാ ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൽ ഒരു ജംഗ്ഷൻ മീതയിൽ അല്ലേ? ഈ ബ്രാഞ്ചിൽ 2 ജംഗ്ഷൻ എത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. പേരെഴുതാം. ലോങ് സ്റ്റേയിൽ 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ് A. ഇനി എന്ത് ചെയ്യണം? ബ്രാഞ്ച് രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരുമിച്ച് എഴുതാൻ പറ്റില്ല, 2ആയിട്ട് വേണം എഴുതാനായിട്ട്. പക്ഷെ അതിനു മുമ്പ് നമ്പർ കണ്ടുപിടിക്കണം. 1 2 3 4 5 6. 1 2 3 4 5 6. ഇങ്ങനെ നോക്കുമ്പോൾ 3ലും 4ലും 3 4 7. ഇങ്ങനെ നോക്കുമ്പോൾ 3ലും 4ലും 7. രണ്ടിടത്തും 7 തന്നെ.
അങ്ങനെ രണ്ടിടത്തും 7 ആണെങ്കിൽ അപ്പം നമുക്ക് വീണ്ടും ഒരു റൂള് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 6ഉം ഇവിടെ ഇപ്പോൾ 7ഉം ആണെങ്കിൽ ഈ 6 എന്ന് പറഞ്ഞ നമ്പറേ എടുക്കത്തുള്ളൂ. രണ്ടിടത്തും ഒരേ നമ്പർ വന്നാൽ ആൽഫബറ്റിൽ ആരാണോ ഫസ്റ്റ് അയാൾക്ക് ചെറിയ നമ്പർ കിട്ടണം. ഇത് ആൽഫബറ്റിൽ ഫസ്റ്റ് ആരാ? ഈദേൽ. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈദേലിന് 4 അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഈദേലിന് 3. സം ഓഫ് നമ്പേഴ്സ് സെയിം ആകുമ്പോൾ മാത്രം ആൽഫബറ്റിൽ ആരാണോ ചെറുത് അയാൾക്ക് ചെറിയ നമ്പർ കിട്ടുന്നത് ഏത് സൈഡിൽ നിന്നാണെന്ന് നോക്കാം. സം ഓഫ് നമ്പേഴ്സ് സെയിം ആണെങ്കിൽ മാത്രം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈദേലിന് കിട്ടുന്നത് 4 എന്ന് പറയുന്ന നമ്പറാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഈദേലിന് കിട്ടുന്നത് 3 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ 6ഉം ഇവിടെ 7ഉം ആണെങ്കിൽ 6 എടുത്തേ പറ്റും. അവിടെ നമ്മൾ ചെറുത് വലുത് നോക്കത്തില്ല. ആൽഫബറ്റ് ഓർഡറിൽ വരുന്ന ആൾക്ക് ചെറിയ നമ്പർ അങ്ങനെ നോക്കത്തില്ല. നമ്മൾ എപ്പോഴാണ് അങ്ങനെ നോക്കുന്നത്? സം ഓഫ് നമ്പേഴ്സ് സെയിം ആകും. അപ്പോൾ ഈ നമ്പറിങ് വേണം എടുക്കാനായിട്ട്. അതിൽ ഈദേലിനെ വേണം ആദ്യം എഴുതാം. എത്രാമത്തെ കാർബണില? 3 ഈതൈൽ. പിന്നെ എത്രാമത്തെ കാർബണിൽ? 4 മീതൈൽ. ഇനി ഇതിൻ്റെ പേര് പറയാം. ജംഗ്ഷൻ നോക്കി 1 2 3 4 5 6. 1 2 3 4 1 2 3 4 5 6 വരുന്നതാണ്. 6. ഇതൊരു ബ്രാഞ്ച് മീതൈൽ, ഇതൊരു ബ്രാഞ്ച് മീതൈൽ. ഓക്കെ, ഇനി നമുക്ക് പേരെഴുതാം. 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ് അല്ലേ, എ. ഇനിതാ ഇവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ ജംഗ്ഷൻ, മീതൈൽ, 2 മീതൈൽ. അപ്പോൾ ഡൈമീതൈൽ എന്ന് എഴുതാം, രണ്ടും സെയിം ആയതുകൊണ്ട് ഡൈമീതൈൽ. ഇനി നമുക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6. സം ഓഫ് നമ്പേഴ്സ് അല്ലേ എടുക്കണ്ടേ? 3ലും 4ലും. 3ലും 2 3 4 4 3 7 4 3 7. ഇനി ആൽഫബറ്റിൽ ചെറുതാരാ? മീതൈൽ. ആൽഫബറ്റിൽ ചെറുതില്ല. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കുക, ഒരു പ്രശ്നമില്ല. സോ 3,4 ഡൈമീതൈൽ. ഓക്കെ ആണല്ലോ. ഇതാ നിങ്ങൾക്ക് തരാനുള്ള ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കിടപ്പുണ്ട്. സമാധാനത്തോടെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. പേര് ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ കംപ്ലീറ്റ് നെയിമിങ് നമ്മൾ കഴിഞ്ഞു. 3 നെയിമിംഗ് ആണ് ആൽക്കെയിൻസ് നമ്മൾ പഠിച്ചത്. മോളിക്കുലർ ഫോമുല വെച്ചിട്ട്, സ്ട്രക്ചറൽ ഫോമുല വെച്ചിട്ട്, ലൈൻ നൊട്ടേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആൽക്കീനിൻ്റെ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആക്കി പഠിച്ച് റൂൾസൊക്കെ മനസ്സിലാക്കി വരിക. ഇതേ റൂൾ തന്നെ ആൽക്കീൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.